ഡിയർ സ്റ്റുഡൻസ്, ഇത് ഞാൻ രക്ഷാ മിസ്സാണ്. നിങ്ങളുടെ 6th സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങി, ഞാൻ ഇന്നലെ ക്ലാസ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ആ പേപ്പറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്, തിയറിയും ഉണ്ട്. 50% പ്രോബ്ലം, 50% തിയറിയാണ് ഈ പേപ്പർ. അപ്പോൾ സിമ്പിളാണ് പേപ്പർ, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേപ്പർ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റാണ്. നിങ്ങൾ കോമൺ കോഴ്സ് അല്ല, ഒരു സ്പെഷ്യലൈസേഷനാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതിൻ്റെ സിലബസ് ഞാനിവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സിലബസ് ഒന്ന് നോക്കുക. ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് ഇൻട്രൊഡക്ഷൻ, നേച്ചർ, സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്, കൺസെപ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ FM-ൻ്റെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ ഷോർട്ടാക്കി FM എന്ന് വിളിക്കും. FM-ൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, നേച്ചർ എന്നൊക്കെ ഉള്ളത് തിയറി മാത്രമാണ്. ദെൻ ടൈം വാല്യൂ ഓഫ് മണി കണ്ടുപിടിക്കുന്നത്. അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ നമ്മളെ മണി വാല്യൂ എന്ത് ചെയ്യാണ്, സമയത്തിനനുസരിച്ച് കുറഞ്ഞു പോവാണ്. നമുക്ക് 10 വർഷം മുൻപേ കിട്ടിയ സാധനം, 10 രൂപയ്ക്ക് കിട്ടിയ സാധനത്തിന് നമ്മളിപ്പോൾ 100 രൂപ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അവിടെ കാണിക്കുന്നത് എന്താണ്, ടൈം കൂടുമ്പോൾ പക്ഷേ പണത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, കുറഞ്ഞു പോവുകയാണ്. മൂല്യം കുറഞ്ഞു പോകുന്നു, പണം കൂടുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പൈസ, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. നമ്മളെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, നമ്മളെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മളൊരു മെഷീനറിയാണ് വാങ്ങാൻ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് മെഷീനറി വാങ്ങും, എത്ര രൂപേൻ്റെ മെഷീനറി വാങ്ങും, ആ മെഷീനറിനെ കൊണ്ട് നമുക്കുണ്ടാവുന്ന ലാഭം. അതായത് ഈ ഒരു നമ്മുടെ മുന്നിൽ ഒരുപാട് മെഷീനറീസ് ഉണ്ടാവും, ABC എന്നൊക്കെ പറഞ്ഞ് പലതരം മെഷീനറീസ്. അപ്പോൾ അതിൽ A ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ല B ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ. അപ്പോൾ ഇങ്ങനെ കുറേ ക്രൈറ്റീരിയസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫണ്ട് ഏത് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഏത് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നതാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. പേ ബാക്ക് പീരീഡ് ഉണ്ട്, ARR അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, NTV നെറ്റ് ടെർമിനൽ വാല്യൂ, IRR പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്റർ മുതൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ ഫിനാൻസിങ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ എന്ത് പഠിച്ചു, എന്താണ് അല്ലെങ്കിൽ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പഠിച്ചു. ഓക്കെ. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ മെഷീനറി വാങ്ങാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ആ 10 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്നുണ്ടാക്കും, അതാണെന്ത് തേർഡ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നത് ഫൈനാൻസിങ് ഡിസിഷൻ. അതായത് നമ്മളിപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുമോ, നമുക്ക് ഫണ്ട് വേണമെങ്കിൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമോ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമോ, നമ്മൾ ലോൺ എടുക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമോ. അപ്പോൾ എന്താണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക, ഏത് മെത്തേഡാണെന്നുള്ളതാണ് എന്തിൽ പഠിക്കുക, ഈ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്, അതായത് ഫിനാൻസിങ് ഡിസിഷനിൽ. ദെൻ അടുത്ത മൊഡ്യൂൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ റെലവൻസ് ആൻഡ് ഇറലവൻസ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് എന്ത് പറയുക, ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുക. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷനിൽ നമ്മൾ കൺസെപ്റ്റുകൾ പഠിക്കും, റെലവൻസും ഇറലവൻസും അതൊക്കെ ആ ചാപ്റ്റർ വരുമ്പോൾ പറയാം. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല നടക്കണം, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എന്താ പറയുക, വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കണം, എത്ര വേണം, ഇതാണെന്ത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൽ നോക്കുന്നത്. അപ്പോൾ ഇതാണ് സിലബസ്. അപ്പോൾ ജസ്റ്റ് ഈ സിലബസിലൂടെ ഒന്ന് പോവുക. നാളെ മുതൽ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് വേണം, FM-ന് ഒരു നോട്ട് വേണം, ഈ കാൽക്കുലേറ്റർ വേണം, പിന്നെ നമ്മുടെ ടേബിള്, ലോഗരിതം ടേബിളില്ലേ, അതായത് ടൈം വാല്യൂ ഓഫ് മണി കാണാൻ നമ്മളൊരു ലോഗരിതം ടേബിൾ വേണം. അതിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി കണ്ടുപിടിക്കണം. അപ്പോൾ ആ ടേബിൾ നിർബന്ധമായിട്ടും വേണം. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പ്രോബ്ലം തുടങ്ങുന്ന സമയത്ത് അത് നിർബന്ധമായിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയാണ് ഞാൻ പറയുന്നത്, സിലബസ് മാത്രം. ഓക്കെ, താങ്ക് യു.